ിൽ നിന്ന് മക്കയിലേക്ക് നടന്നുപോയി ശ്രദ്ധ പിടിച്ചു പറ്റിയ യൂട്യൂബറാണ് ഷിഹാബ് ചോറ്റൂർ. അദ്ദേഹം ഇവിടെ നടക്കാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ ഡിജിറ്റൽ സ്പേസിൽ വല്ലാതെ കൂടി. പിന്നീട് അദ്ദേഹം ആ നിലയ്ക്കൊരു സെലിബ്രിറ്റിയായി മാറുകയും പിന്നീട് അതൊരു ബിസിനസ് മോഡലാക്കി അദ്ദേഹം ഈ ഡിജിറ്റൽ സ്പേസിൽ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബാബരി പള്ളി പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതായത് അദ്ദേഹം ഈ പറയുന്ന രാമൻ്റെ വേഷം ധരിച്ച ചില കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. അപ്പോൾ താങ്ക് യു മോദി സാർ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സംഗതി. അതിന് കൂടെ ഒരു ഇന്ത്യൻ മുസൽമാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും. ആളുകൾ വലിയ തോതിൽ അതിനെ വിമർശ രംഗത്ത് വന്നു. അത് ഇന്ത്യൻ മുസൽമാനായി അഭിമാനിക്കുന്നതിന് നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നത് എന്തിനാണ് എന്ന ചോദ്യം അവിടെയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഈ ദിവസങ്ങളിൽ മോദിയോട് നന്ദി പറയാന്ന് വെച്ചാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇന്ത്യൻ മൈനോറിറ്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇദ്ദേഹത്തെ പോലെ ഒരു പ്രൊഫൈലിൽ ആൾക്ക് നന്ദി പറയാൻ കഴിയും? വലിയ തോതിലുള്ള വിമർശനമാണ്. പക്ഷേ ഫൈനലി അദ്ദേഹം അതിനൊരു തിരുത്തുമായിട്ട് രംഗത്ത് വന്നു. ഫാസിസത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല, ഞാനിപ്പോൾ നരേന്ദ്രമോദി എൻ്റെ പോസ്റ്റ് ലൈക്ക് ചെയ്തു തെറ്റിദ്ധാരണയിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞാണെന്നൊക്കെ ഒരു ക്ലാരിറ്റി കുറവുള്ള വിശദീകരണമാണ്. അദ്ദേഹത്തിന് നേരിട്ട് ആരെയും വേദനിപ്പിക്കരുതെന്ന ഉദ്ദേശം അതിനകത്തുണ്ട് താനും. എന്തായാലും ഭയങ്കരമായ ബാക്ക് ഫയർ ചെയ്തു ആ പോസ്റ്റ്. അദ്ദേഹത്തിനകത്തുള്ള വിശദീകരണവും നൽകി. ദൗസാവിന് അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ ഏതാണ്ട് 7-8 ലാഖ് ആളുകൾ ഫോളോ ചെയ്യുന്ന ആ നിലയ്ക്ക് ഒരു സെലിബ്രിറ്റി പരിവേഷം ഉണ്ടാക്കിയ കക്ഷിയാണ്. അതിപ്പോൾ അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആൾക്ക് വിമർശനമൊക്കെ ഉണ്ട്. അദ്ദേഹം ഫ്രം ദ വെരി ബിഗിനിങ് അയാൾ ചെയ്യുന്നതിനകത്ത് കുഴപ്പമുണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ആക്ടിൽ എന്താണ് നമ്മൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് നിഷാദ് പറഞ്ഞ വലിയൊരു ഫാൻ ബേസ്, സെലിബ്രിറ്റി ബേസ് അങ്ങേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ടായത് എനിക്കിപ്പോഴും ഒരു ഭയങ്കര അതിശയമാണ്. ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ നടന്നു പോവുകയാണ്. ഈ നോക്കണം നിഷാദ്, ആ സമയത്ത് ഗുജറാത്തിലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, ഇവിടെ ഒരു 2 ദിവസങ്ങളിൽ നമ്മുടെ ഷിഹാബ് ചോട്ടൂരിൻ്റെ ഒരു വിഷയം, അദ്ദേഹം രാമനും സീതയുമായി ഒന്നിച്ച് നിൽക്കുന്ന കുട്ടികളുടെ പരിപാടി എന്ന് പറയുന്നു. ഏതായാണെങ്കിലും ലോക മുസ്ലിമിന് വേദനിച്ച ഒരു സംഭവമാണ്, വേദനിച്ച ഒരു സന്ദർഭമാണ്. നമ്മുടെ പള്ളിയെ തകർത്ത് അവർ അമ്പലമുണ്ടാക്കി അതിൻ്റെ കുട്ടി ഘോഷിക്കുന്നതും അതിനെ ആചരിക്കുന്നതും അതിൻ്റെ പരിപാടിയും ലോകത്തിൽ തന്നെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മുസ്ലിം ജനതയും അതുപോലെ ആലിമീങ്ങളും എല്ലാം ഇവനെ നല്ല രീതിയിൽ മക്കത്ത് നടന്നു പോകുന്ന അവസരത്തിൽ നല്ല ദുആ കൊണ്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊണ്ടും അദ്ദേഹം ചെയ്തു വന്നു. ഹജ്ജ് ചെയ്തു വന്നതിൻ്റെ ശേഷവും നല്ല സ്വീകരണം കിട്ടി. പെട്ടെന്നായി ഇദ്ദേഹം 2 വേഷങ്ങളെ കൊണ്ട് മീഡിയയിൽ പെട്ടതും അതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഓരോ വീഡിയോകളും പ്രതികരണങ്ങളും വിമർശനങ്ങളും ഈ സന്ദർഭത്തിൽ ആരും ഒരു കുട്ടി പോലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ഒരു തൊപ്പിക്കാരൻ, ഒരു മുസ്ലിയാർ ആയിരിക്കണമെന്നാണ് തോന്നുന്നത്. വേഷത്തിൽ അങ്ങനെ കാണാം, പ്രവർത്തനത്തിൽ അതൊന്നും കാണുന്നില്ല. എങ്കിലും അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊന്ന് കേൾക്കുക. കേട്ടതിൻ്റെ ശേഷം നമ്മൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ആളല്ല, രാമക്ഷേത്രം വന്നതിൽ സന്തോഷമൊന്നുമില്ല. ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ടാണ് അവിടെ മസ്ജിദ് ഉണ്ടാക്കിയത്. ഇതൊക്കെ ഷിഹാബ് ചോറ്റൂരിന് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ഇത് ദുർവ്യാഖ്യാനിക്കുന്നത് ആരാണ്? ഇവിടെയുള്ള ഹിന്ദുത്വ തീവ്രവാദ സംഘടനയായ RSS, BJP പോലുള്ള സംഘടനകളാണ് ഇതിനെ കൂടുതൽ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് മുസ്ലിം നാമധാരികളും മുസ്ലിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, രംഗത്ത് വന്നു. അപ്പോൾ കാര്യം മനസ്സിലാക്കാതെയാണ് ഓരോരുത്തരും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിഹാബ് ചോറ്റൂർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം സോറി മാപ്പൊക്കെ പറയുകയും ചെയ്തു. ഏതൊരു മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കൂലേ? ഇതിപ്പോൾ ഞാൻ ഷിഹാബ് ചോറ്റൂരിനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ഷിഹാബ് ചോറ്റൂർ. ബഹുമാനമുള്ളവരെ, ഇവിടെ ഇദ്ദേഹം നാമധാരി മുസ്ലിം എന്നുള്ള ഒരു പ്രയോഗം നടത്തുന്നു. നാമധാരി മുസ്ലിങ്ങളാണ് ഷിഹാബിൻ്റെ
ഇതുപോലെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചത്, അതുപോലെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചത് സാധാരണക്കാർ മാത്രമല്ല, അതിനെ വിരോധിച്ചതും എതിർത്ത് പറഞ്ഞതും മനസ്സുകൊണ്ട് പോലും എല്ലാവരും വെറുത്തതും എല്ലാം മുസ്ലിമീങ്ങളാണ്. ഇദ്ദേഹം മാത്രമാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാമധാരി മുസ്ലിം ഇത്ര കോടി ജനങ്ങളാണോ, അതല്ല ഈ ശിഹാബ് ചോട്ടൂറും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഈ തൊപ്പിക്കാരൻ മുസ്ലിയാർ ആണോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇദ്ദേഹത്തിന് പറയാനൊന്നുമില്ല. ഇദ്ദേഹം ഒരുപാട് വീഡിയോകൾ അദ്ദേഹം നടന്നു പോകുമ്പോൾ ചെയ്ത് അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയതിനെ ജീവിച്ച ആളാണ്. അതുകൊണ്ട് ഇപ്പോഴും അതിനെ ശിഹാബിനെ വിടാൻ കഴിയാത്ത രീതിയിൽ എന്താണെങ്കിലും ഇനി ശിഹാബ് എവിടെ പോയാലും ഇനി നാളെ ശിഹാബ് എന്താകും, പിറ്റേ ദിവസം എന്താകും, ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശിഹാബിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ പറയാൻ ഒരു കാരണവുമില്ല. അദ്ദേഹത്തിനെ വിമർശിച്ചവർ, വീഡിയോ ഇട്ടവരെല്ലാം മുസ്ലിം നാമധാരികളാണത്രേ. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം നാമധാരി ഈ ശിഹാബ് ചോട്ടൂറും അതുപോലെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് നാമധാരി മുസ്ലിമീങ്ങൾ. നാമധാരി വേഷധാരികൾ, നിങ്ങളൊരു വേഷം മാത്രമാണുള്ളത്. അതുകൊണ്ട് നല്ല പോലെ നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ പറയുന്നെങ്കിൽ ഈ വേഷത്തിൻ്റെ ആവശ്യമില്ല, ശിഹാബിൻ്റെ കൂടെ പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.